മുല്ലപ്പെരിയാറിനെ ചുറ്റിപ്പറ്റി വീണ്ടും സംശയങ്ങളും ചർച്ചകളും ആരോപണങ്ങളും ഉയരുന്നു. എല്ലാ വർഷവും ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ ചൂടുപിടിക്കുന്ന ഒരു വിഷയമാണ് മുല്ലപ്പെരിയാറും അതിൻ്റെ സുരക്ഷയും. അതുകൊണ്ട് നമുക്കിന്ന് മുല്ലപ്പെരിയാറിനെ കുറിച്ച് വിശദമായി മനസ്സിലാക്കിയാലോ. എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും എൻട്രി ഡീപ് ഡൈവിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. 19ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിലായി ഏകദേശം 1883നും 1895നും ഇടയിലാണ് മുല്ലപ്പെരിയാർ അണക്കെട്ട് എന്ന ആശയം രൂപപ്പെടുന്നത്. തമിഴ്നാട്ടിലെ വരണ്ട പ്രദേശങ്ങളിൽ ജലം എത്തിക്കുക എന്ന വലിയ ലക്ഷ്യത്തോടെയാണ് ബ്രിട്ടീഷ് എഞ്ചിനീയർ ജോൺ പെന്നിക്വിക്കിൻ്റെ നേതൃത്വത്തിൽ ഈ പദ്ധതി രൂപം കൊള്ളുന്നത്. പടിഞ്ഞാറോട്ടൊഴുകുന്ന പെരിയാർ നദിയിൽ നിന്ന് കിഴക്കോട്ടൊഴുകുന്ന വൈഗ നദിയിലേക്ക് വെള്ളം തിരിച്ചുവിടാനായാണ് പെന്നിക്വിക്ക് അണക്കെട്ട് നിർദ്ദേശിച്ചത്. അണക്കെട്ട് സ്ഥിതി ചെയ്യുന്ന മുല്ലയാർ നദിയുടെയും പെരിയാർ നദിയുടെയും പേരുകൾ സംയോജിപ്പിച്ചാണ് മുല്ലപ്പെരിയാർ എന്ന പേര് വന്നത്. രാജ്യഭരണത്തിലായിരുന്ന ഈ സ്ഥലങ്ങൾ സാമ്പത്തിക പ്രശ്നങ്ങൾ കൊണ്ടും മദ്രാസ് രാജാവുമായുള്ള രാഷ്ട്രീയ ബന്ധങ്ങൾ കൊണ്ടും 1886 ഒക്ടോബർ 29 അന്നത്തെ തിരുവിതാംകൂർ മഹാരാജാവായ ശ്രീമൂലം തിരുനാളും ബ്രിട്ടീഷ് സെക്രട്ടറി ഓഫ് ഇന്ത്യ ആയ JC ഹാനിങ്ടണും തമ്മിൽ 999 വർഷത്തെ ഒരു ലീസ് ഒപ്പുവെച്ചു. എൻ്റെ ഹൃദയം കൊണ്ടാണ് മുല്ലപ്പെരിയാർ പാട്ടക്കരാർ തയ്യാറാക്കിയത് എന്ന് വികാരാതീതനായി പറഞ്ഞുകൊണ്ട് ഈ കരാർ തയ്യാറാക്കിയത് അന്നത്തെ തിരുവിതാംകൂർ രാജാവ് വിശാഖം തിരുനാൾ മഹാരാജാവാണ്. അങ്ങനെ തമിഴ്നാടിന് ആവശ്യമായ ജലം ഇതിലൂടെ ലഭിക്കാനും കൃഷി മെച്ചപ്പെടാനും തുടങ്ങി. പിന്നീട് സ്വാതന്ത്ര്യാനന്തരം 1970 കേരള മുഖ്യമന്ത്രിയായിരുന്ന C. അച്യുതമേനോൻ സുരക്ഷാ മാനദണ്ഡങ്ങളോടെ ഈ കരാർ പുതുക്കി നൽകുകയും ചെയ്തു. ഡാമിന്റെ നിർമ്മാണം നടക്കുന്നതിനിടയിൽ ബ്രിട്ടീഷ് ഗവൺമെന്റിന് ഫണ്ടിങ്ങിൽ ബുദ്ധിമുട്ടുണ്ടായപ്പോൾ എഞ്ചിനീയറായ ജോൺ പെന്നിക്വിക്ക് ഇംഗ്ലണ്ടിലെ തന്റെ വസ്തുക്കൾ വിറ്റ് ഡാമിന്റെ കൺസ്ട്രക്ഷൻ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്തു എന്ന ചില ത്യാഗത്തിന്റെ കഥകളുമുണ്ട്. അന്ന് പെന്നിക്വിക്ക് ഡാമിന് നൽകിയ ആയുസ് വെറും 50 വർഷമാണ്. അതായത് ഏകദേശം 1945 വരെ. അറിയാലോ, ഇടുക്കി ജില്ലയിൽ കേരള തമിഴ്നാട് അതിർത്തിയോട് ചേർന്ന് പെരിയാർ നദിയിലാണ് മുല്ലപ്പെരിയാർ സ്ഥിതി ചെയ്യുന്നത്. അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് കേരളത്തിലാണെങ്കിലും ഇത് തമിഴ്നാടിൻ്റെ ജല ആവശ്യങ്ങൾ നിറവേറ്റുന്നതിൽ വളരെ നല്ലൊരു പങ്ക് വഹിക്കുന്നുണ്ട്. 176 അടി ഉയരവും 1200 അടി നീളവുമാണ് ഈ അണക്കെട്ടിനുള്ളത്. കല്ലും സിർക്കയും പ്രയോജനപ്പെടുത്തി അതിശക്തമായ മതിലുകൾ നിർമ്മിച്ചാണ് ഇത് പണിതിരിക്കുന്നത്. അന്നത്തെ കാലത്ത് ഇങ്ങനെ ഒരു അണക്കെട്ട് പണിയുന്നത് അത്ര എളുപ്പമായിരുന്നില്ല. പ്രധാന വെല്ലുവിളി ഭൂപ്രകൃതിയും കനത്ത മൺസൂൺ മഴയുമായിരുന്നു. തൊഴിലാളികൾ വളരെയേറെ കഷ്ടപ്പെട്ടാണ് ഓരോ ഘട്ടവും പൂർത്തിയാക്കിയത്. ഇതിനിടെ നിരവധി ജീവനുകളും നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഈ വെല്ലുവിളികൾക്കിടയിലും അണക്കെട്ട് 1895 പൂർത്തിയായി. അതിനുശേഷം ഇറിഗേഷൻ ആവശ്യങ്ങൾക്കായും വർഷങ്ങൾക്ക് ശേഷം ജലവൈദ്യുത ഉൽപ്പാദനത്തിനായും മുല്ലപ്പെരിയാർ വഹിച്ച പങ്ക് ചെറുതൊന്നുമല്ല. ഇനി കുറച്ച് ടെക്നിക്കൽ ഡീറ്റെയിൽസ് കൂടി പറഞ്ഞു പോകാം. ഇത് PSC പരീക്ഷ എഴുതുന്നവർക്ക് ഉപകാരപ്പെടും. ഇടുക്കി ജില്ലയിലെ പീരുമേട് താലൂക്കിൽ സ്ഥിതി ചെയ്യുന്ന മുല്ലപ്പെരിയാർ ഡാം ഒരു ഗ്രാവിറ്റി ഡാമാണ്. അതായത് വെള്ളം തടഞ്ഞു നിർത്താൻ സ്വന്തം ഭാരത്തെ ആശ്രയിക്കുന്ന ഒരു തരം അണക്കെട്ടാണ്. കോൺക്രീറ്റ് അല്ലെങ്കിൽ കല്ല് പോലുള്ള ഭാരമേറിയ വസ്തുക്കൾ ഉപയോഗിച്ചാണ് ഗ്രാവിറ്റി ഡാംസ് നിർമ്മിക്കുന്നത്. അതുകൊണ്ട് ജലത്തിൻ്റെ ശക്തി അണക്കെട്ടിൻ്റെ ഭാരവും ഗ്രാവിറ്റേഷണൽ ഫോഴ്സും കൊണ്ട് ബാലൻസ് ആകുന്നു. നിർമ്മാണ കാലഘട്ടത്തിൽ ഇത് ലോകത്തിലെ ഏറ്റവും വലിയ അണക്കെട്ടായിരുന്നു. സുർക്കി മിശ്രിതം ഉപയോഗിച്ച് നിർമ്മിച്ച അണക്കെട്ടുകളിൽ ഇന്ന് ലോകത്തു നിലവിലുള്ള ഏക അണക്കെട്ടെന്ന പ്രത്യേകതയും ഇതിനുണ്ട്. ഹൈറ്റ് 53.6 മീറ്റേഴ്സ് അഥവാ 176 ഫീറ്റാണ്. ലെങ്ത് 365.7 മീറ്ററാണ് അഥവാ 1200 ഫീറ്റാണ്. റിസർവോറിൻ്റെ കപ്പാസിറ്റി അപ്രോക്സിമേറ്റ്ലി 443.23 മില്യൺ ക്യൂബിക് മീറ്റേഴ്സാണ്. കാച്ച്മെൻറ്റ് ഏരിയ 624 സ്ക്വയർ കിലോമീറ്ററുമാണ്. ഡാമിൻ്റെ റിസർവോയർ സമുദ്രനിരപ്പിൽ നിന്നും 881 മീറ്റർ അഥവാ 2890 അടി ഉയരത്തിലാണ്. ഇത് തമിഴ്നാട്ടിലെ 2,80,000 ഹെക്ടറിലധികം പ്രദേശത്തേക്ക് ഇറിഗേഷനായി ജലം നൽകുന്നു. കൂടാതെ കുടിവെള്ള ആവശ്യങ്ങൾക്കും ഇത് പ്രയോജനപ്പെടുത്തുന്നുണ്ട്. ഇത്രയൊക്കെ ക്വാളിറ്റീസ് ഉണ്ടായിട്ടും മുല്ലപ്പെരിയാർ ഇപ്പോൾ ഒരു പേടി സ്വപ്നമായിക്കൊണ്ടിരിക്കുകയാണ്. ഒപ്പം ബോർഡറിൽ നടക്കുന്ന ചെറിയ തർക്കങ്ങളും. കേരളവും തമിഴ്നാടും തമ്മിൽ സഹോദര ബന്ധമാണെങ്കിലും മുല്ലപ്പെരിയാറിൻ്റെ കാര്യത്തിൽ രണ്ട് സംസ്ഥാനങ്ങൾക്കും പേടിയുണ്ട്. പ്രത്യേകിച്ച് അതിൻ്റെ സുരക്ഷയെ ചുറ്റിപ്പറ്റിയും ജലം പങ്കുവെക്കുന്നതിനെ പറ്റിയും. വർഷങ്ങളായി അണക്കെട്ടിൻ്റെ കാലപ്പഴക്കവും അവസ്ഥയും കാരണം അതിൻ്റെ സുരക്ഷയെക്കുറിച്ച് ആശങ്കകൾ ഉയർന്നു വരുന്നു. 1979ലും 2011ലും ചെറിയ ഭൂകമ്പങ്ങൾ അണക്കെട്ടിൽ കാണത്തക്ക വിള്ളലുകൾ ഉണ്ടാക്കിയെന്നും പറയുന്നു. കേരളം അണക്കെട്ടിൻ്റെ മറ്റൊരു സ്ഥാനമെന്ന നിലയിൽ അതിൻ്റെ സുരക്ഷയെക്കുറിച്ച് ആശങ്ക പ്രകടിപ്പിക്കുകയും ജലനിരപ്പ് കുറയ്ക്കാൻ ശ്രമിക്കുകയും ചെയ്തു. അതേസമയം തമിഴ്നാട് വളരെയധികം ആശ്രയിക്കുന്നത് ഈ ഡാമിനെ ആയതുകൊണ്ട് ജലനിരപ്പ് കുറയ്ക്കുന്നത് അവരെ ബാധിക്കുകയും അതേ ചൊല്ലി എതിർപ്പുകൾ പ്രകടിപ്പിക്കുകയും ചെയ്യും. അണക്കെട്ടിൻ്റെ തുടർ പ്രവർത്തനത്തിന് വേണ്ടി അവർ വാദിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ വിഷയം ഇന്ത്യയുടെ സുപ്രീം കോടതിയിൽ നിരവധി നിയമ പോരാട്ടങ്ങളിലേക്ക് നയിച്ചു. 2006 മുതൽ 2014, 2017 കാലഘട്ടത്തിലും കേരളം അണക്കെട്ടിൻ്റെ സുരക്ഷയെക്കുറിച്ച് ആശങ്കകൾ ഉന്നയിക്കുകയും അപകട സാധ്യതകൾ തടയാൻ ജലനിരപ്പ് പരിമിതപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്തു. ഡാമിൻ്റെ സുരക്ഷയെക്കുറിച്ച് പഠിക്കാൻ സുപ്രീം കോടതി AS ആനന്ദ് അധ്യക്ഷനായ ഒരു കമ്മിറ്റിയെ നിയോഗിച്ചു.
സുരക്ഷാ മുൻകരുതലുകൾ പാലിച്ച് ജലനിരപ്പ് 142 അടിയായി ഉയർത്താൻ 2014 സുപ്രീം കോടതി തമിഴ്നാടിന് അനുമതി നൽകി. പിന്നീട് 2020 ജലനിരപ്പ് 152 അടിയായി ഉയർത്താൻ അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ട് തമിഴ്നാട് കേസ് ഫയൽ ചെയ്തു. അണക്കെട്ടിന് ഈ അളവ് സുരക്ഷിതമായി കൈകാര്യം ചെയ്യാൻ കഴിയുമെന്ന് അവർ വാദിച്ചു. അതും പ്രത്യേക നിയമങ്ങളോടെ നടപ്പിലാക്കി. ഇത് രണ്ട് സംസ്ഥാനങ്ങൾ തമ്മിലുള്ള ബന്ധത്തെ സ്വാധീനിക്കുന്നതിനാൽ നിലവിൽ ഈ തർക്കം പൊളിറ്റിക്കലി ഒരു സെൻസിറ്റീവ് വിഷയമായി തുടരുകയാണ്. 2021 യുണൈറ്റഡ് നേഷൻസ് യൂണിവേഴ്സിറ്റി ഏജിംഗ് വാട്ടർ ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് എമർജിംഗ് ഗ്ലോബൽ റിസ്ക് എന്ന ടൈറ്റിലിൽ കാലപ്പഴക്കം ചെന്ന അണക്കെട്ടുകളെക്കുറിച്ചുള്ള റിപ്പോർട്ട് പൂർത്തിയാക്കി. അതിൽ മുല്ലപ്പെരിയാറിനെ കുറിച്ചും വിശദമായി പരാമർശിച്ചു. 50 വർഷത്തെ ലൈഫ് സ്പാൻ എല്ലാം കടന്ന് വളരെ അധികം മുന്നോട്ട് പോയിരിക്കുന്നു എന്നും ഉടനടി ഡീകമ്മീഷൻ അല്ലെങ്കിൽ പ്രവർത്തനം നിർത്തലാക്കണമെന്നും റിപ്പോർട്ട് പുറത്തുവിട്ടു. മുല്ലപ്പെരിയാർ അണക്കെട്ട് തകർന്നാൽ അതൊരു മഹാദുരന്തമായിരിക്കും. ഇടുക്കി, എറണാകുളം, തൃശൂർ, കോട്ടയം, ആലപ്പുഴ ജില്ലകളിൽ മുഴുവനായോ ഭാഗികമായോ നിമിഷങ്ങൾ കൊണ്ട് രൂക്ഷമായ വെള്ളപ്പൊക്കവും നാശനഷ്ടങ്ങളും മരണങ്ങളും സംഭവിക്കും. ഏകദേശം 3.5 ദശലക്ഷം ആളുകളെ ബാധിക്കും. അങ്ങനെ കേരളത്തിന് താങ്ങാനാവുന്നതിന് അപ്പുറമായിരിക്കും അതിൻ്റെ ആഘാതം. ഈ ഒരു മാസം കഴിഞ്ഞാൽ ഞാനും നിങ്ങളുമെല്ലാം പുതിയ വിഷയങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്ത് മുല്ലപ്പെരിയാറിനെക്കുറിച്ച് താൽക്കാലികമായി മറന്നേക്കാം. എന്നാൽ അത് അങ്ങനെ മറക്കേണ്ട ഒരു വിഷയമാണോ? മുല്ലപ്പെരിയാറിനെക്കുറിച്ചുള്ള പുതിയ ചർച്ചകളിൽ നിന്ന് ലഭിച്ച നിങ്ങളുടെ ഇൻഫർമേഷനുകൾ മറ്റുള്ളവർക്കായി കമൻറ്റ് സെക്ഷനിൽ പങ്കുവെക്കൂ. അല്ലെങ്കിൽ ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഷെയർ ചെയ്യൂ.